അസ്സലാമലൈക്കും. എന്താ ഇഷ്യൂ? ഹായ് ഗൈസ്. നമ്മുടെ വീഡിയോസ് ഞാൻ പറയാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഐഷു ഹായ് ഗൈസ് എന്നൊക്കെ വിളിച്ച് അത് ഓരോരോ വീഡിയോസ് കണ്ടിട്ട് മക്കൾ ഇതുപോലെ ഹായ് ഗൈസ് എന്നൊക്കെ പറയുന്നതാണ്. ഞാനിതുവരെ ഹായ് ഗൈസ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അസ്സലാമലൈക്കും. ഞാൻ ഫസ്റ്റ് ഒരു സലാം പറഞ്ഞായിരുന്നു, പക്ഷെ അത് ഐഷുവിൻ്റെ ഹൈ ഗൈസിലത് മുങ്ങിപ്പോയി. അപ്പോൾ ഇപ്പോൾ ആദം ഞാൻ ഐഷുവൊക്കെ ഒരുമിച്ചാണ് ഉറങ്ങുന്നത്, എണീക്കുന്നതൊക്കെ. അവർ രാവിലത്തെ ആ ഒരു കാഴ്ചകളാണ് ഞാനിങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഐഷുവിന് ഉറക്കം വരണോ? അപ്പോൾ ഐഷു ഉറങ്ങിക്കോ, അമ്മച്ചിയുടെ മടിയിൽ ഉറങ്ങിക്കോ കേട്ടോ. രാത്രിയാണല്ലോ, വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് എത്രയോ ദിവസമായി എന്ന് എനിക്ക് തന്നെ തോന്നി. വീഡിയോസൊക്കെ കിടപ്പുണ്ട്, ഫോണിൽ വെറുതെ കിടപ്പുണ്ട്, എഡിറ്റ് ചെയ്യാത്ത അപ്പം എടുക്കുന്ന കുറേ ക്ലിപ്സ് ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും സമയമില്ല, സമയമില്ല. എല്ലാം അപ്പനാണല്ലോ. ഇപ്പോൾ എനിക്കിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല, നമ്മൾ തന്നെയാണ് പരിപാടികളൊക്കെ. അപ്പോൾ എൻ്റെ ഹൈസാനെ നോക്കാനായിട്ട് അവൾക്ക് ആഹാരം ഭക്ഷണം ഫീഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി സമയം പിടിക്കും. അപ്പം ഇവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് കഴിയുമ്പോഴത്തേനും ഒരു സമയമാവും. അപ്പോൾ എനിക്ക് ഹൈസാനെ അങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് അങ്ങനെ സമയം കിട്ടാറില്ല. അതുകൊണ്ട് എനിക്ക് ശ്രദ്ധയില്ലാന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി, ഞാൻ ഹൈസാനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പയ്യെ ഐഷുവിനെ ഇവിടെ കംപ്ലീറ്റായിട്ടും ഇവിടെ ആക്കി. അപ്പോൾ ഹൈസാനെ ഉമ്മിച്ച് നോക്കിക്കോളാമെന്ന് പറഞ്ഞു കുറച്ച് നാളത്തേക്ക്. അപ്പോൾ മൊത്തത്തിലല്ല, എന്നും വരും, ഞാനെന്നും പോവും. ജസ്റ്റ് അപ്പുറം ചാടിയാൽ മതിയല്ലോ, അവിടെ നിന്ന് ഇപ്പുറം ചാടിയാൽ മതി. അതുകൊണ്ട് എനിക്കങ്ങനെ ഉമ്മച്ചിയാകുമ്പോൾ ഉമ്മച്ചിക്ക് പെട്ടെന്ന് ഒരുപാട് ഉമ്മച്ചി ഐഷുവിനെ കുറേ നാൾ നോക്കിയതാണല്ലോ. അപ്പോൾ അതുപോലെ ഹൈസാനും ഫുഡൊക്കെ കൊടുക്കാനായിട്ട് ഉമ്മച്ചി മിടിക്കുകയാണ്. അതിൻ്റെ അനിയത്തി അങ്ങനെ തന്നെയാണ്, അവൾ നോക്കും ഫുൾ ടൈം. അവളെ വെച്ച് അവളെ അങ്ങനെ പാമ്പർ ചെയ്യും. അപ്പോൾ ടെൻഷനൊന്നുമില്ല, ഫുഡിൻ്റെ കാര്യത്തിലോ നോക്കുന്ന കാര്യത്തിലോ ഒന്നും ടെൻഷനില്ല, കുഞ്ഞല്ലേ. അപ്പോൾ അതുകൊണ്ടൊരു ധൈര്യമുണ്ട്. എന്നാലും അതിൽ കൂടുതൽ വിഷമമുണ്ട്, എനിക്ക് നോക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം എനിക്ക് എപ്പോഴും ഉണ്ട്. വിഷമമൊക്കെ വരും അതൊക്കെ പറയുമ്പോൾ. പക്ഷേ എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. എല്ലാം കുഞ്ഞു മക്കളല്ലേ, അപ്പോൾ ഇങ്ങനെ നോക്കി വരുമ്പോൾ ചിലപ്പോൾ സമയം തികയാണ്ട് വരും, ചിലപ്പോൾ ശ്രദ്ധ കുറവുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയപ്പോൾ ഞാനങ്ങനെ ഉമ്മച്ചീൻ്റെ അടുത്ത് ആക്കിയതാണ്. ഉമ്മ എന്നെ പറഞ്ഞതാണ്, നീ എല്ലാവരെയും കൂടെ വെച്ചിട്ട് എങ്ങനെയാണ് ഞാനും കൂടി നോക്കാം. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം കൂടി ആകുമ്പോഴത്തേനും മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര പാടുപോലെ ബുദ്ധിമുട്ടൊക്കെ പോലെ ഒക്കെയാണ്. അപ്പോൾ കഥ പറഞ്ഞിരുന്നതിൽ ഞാനൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ബ്രിഞ്ചോളില്ലേ, കത്തിരിക്ക വഴുതന എന്ത് വേണോ പറയാം. അതാദ്യം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്നെന്താ മുച്ചൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ് മോളെ. ഒന്ന് നല്ല രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു റെസ്റ്റ് ചെയ്യാനൊരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബ്രിഞ്ചോളൊക്കെ കരിഞ്ഞു പോകാണ്ടൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നല്ലൊരു ഭയങ്കര, ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ ഒട്ടും കരുതിയില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പക്ഷേ അടിപൊളിയായിരുന്നു. നമുക്ക് മീനില്ലാത്ത സമയത്ത് ചിക്കൻ മട്ടൻ എപ്പോഴും അത് വെച്ച് കഴിച്ചാൽ പറ്റില്ലല്ലോ, ഇതൊക്കെ ആവാം കേട്ടോ. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്കല്ല, ഞാൻ മീനില്ലാത്ത സമയത്തൊക്കെ, കിട്ടാത്ത സമയത്തൊക്കെ ഞാൻ ഇതുപോലത്തെ പല പരീക്ഷണങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ തണുത്തോളം ഇപ്പോൾ എടുത്തുതരാം, ഒരു 2 മിനിറ്റ്. അപ്പോൾ നമ്മൾ ബ്രിഞ്ചോൾ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് അകമൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ബ്രിഞ്ചോൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിനെ മാറ്റി വയ്ക്കണം. അതിനെ ജസ്റ്റ് ഒന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. അതേ എണ്ണയിൽ തന്നെ ആക്ച്വലി ഈ പ്രോസസ്സാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ അറിയാണ്ട് മറ്റേ ബ്രിഞ്ചോൾ ആദ്യമേ ഫ്രൈ ചെയ്തു, അപ്പോൾ കുറച്ചുകൂടി ഓയിൽ വേണ്ടി വന്നു എനിക്ക്. നമ്മുടെ വറ്റൽമുളക് വെളുത്തുള്ളി കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അതേ പാത്രത്തിൽ മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഇത് സവോള ഇങ്ങനെ വഴറ്റി നല്ല രീതിയിൽ ബ്രൗൺ കളറിലൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന്
ജസ്റ്റ് അല്ല, ബ്രൗൺ കളർ ആകുന്നതിന് മുന്നേ എടുക്കുക. അങ്ങനെ ചെയ്യുന്നതിന് എൻ്റെ കഷ്ടപ്പാടാണ് ഞാൻ ഈ കാണിക്കുന്നത്. എണ്ണ എങ്ങാണ്ടോ അല്ല കൈ എങ്ങാണ്ടോ പൊള്ളിയതാണെന്ന് തോന്നുന്നു. പൊള്ളി റെഡിയായി ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ കുറേ നാൾ മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ പാവം എനിക്ക് നന്നായിട്ട് വഴറ്റാനൊന്നും പറ്റിയില്ല. ഇടയ്ക്കൊക്കെ നല്ല പൊള്ളി. അത് ശരിക്കും പറഞ്ഞാൽ അത് മുറിവായിട്ട് ഇപ്പോൾ റെഡിയായി, ഓക്കെ ആയി. അപ്പോൾ സവോളയൊക്കെ നല്ല രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ നല്ല ചൂടുണ്ട് നമ്മുടെ ബ്രിഞ്ചോൾ ഫ്രൈയും നേരത്തെ വറ്റൽമുളക് പിന്നെ എന്തായിരുന്നു വെളുത്തുള്ളി റോസ്റ്റ് ചെയ്തതൊക്കെ ഇല്ലേ നല്ല രീതിയിൽ നമ്മൾ ഉടച്ചെടുക്കുവാണ്. എല്ലാം കൂടി തിരുമ്മി നല്ല ഇതായിട്ട് എടുക്കുവാണ് ആ സമയത്തിന്. എന്നിട്ട് ഈ നമ്മുടെ ഓണിയൻ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ ഈ നേരത്തെ തിരുമിയില്ലേ അതിൻ്റെ കൂടെ ബ്രിഞ്ചോൾ അതിൻ്റെ ആ മിക്സ്ചറില്ലേ അതിൻ്റെ കൂടെ ഈ റോസ്റ്റഡ് അനിയൻസ് കൂടി നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക മീൻസ് തിരുമിയെടുക്കുക. നല്ല രീതി നമ്മൾ ചമ്മന്തിയൊക്കെ തിരുമാറില്ലേ അതേപോലെ നല്ല രീതിയിൽ ഉടച്ച് പിഴിഞ്ഞ് തിരുമിയെടുക്കുക. കൈകൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇതിനൊക്കെ വേറെ മറ്റേ സ്മാഷ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ എന്തായിരുന്നാലും കൈവച്ചാണ് തിരുമി. ഇഷ്ടമല്ലാത്തവർക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ തിരുമി ഉടച്ചൊക്കെ എടുക്കുമ്പോഴത്തേനും ഈ ഒരു ചമ്മന്തി കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ശരിക്കും ഞാൻ ചോറും ഇത് മക്കൾക്ക് വേണ്ടി എടുത്ത ചോറാണ്. അപ്പോൾ സാമ്പാറൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ചോറിൻ്റെ കൂടെ ഒപ്പം വെച്ചതെന്നുള്ള ഒഴിച്ചുകൂട്ടേണ്ട ആവശ്യമേ ഇല്ല. അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞാൻ ഒരുപാട് സമയം വഴറ്റണമല്ലോ മരിക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് കളഞ്ഞായിരുന്നു. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒട്ടും എനിക്ക് 1% പോലും റിഗ്രറ്റ് ഇല്ലായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള സാധനമാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും.